മോളെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അല്ല, സാധാരണ എല്ലാവരും കരിമ്പ് ജ്യൂസ് ഐസിലാണല്ലോ തണുപ്പിക്കുന്നത്. ഐസിലാതെ നാച്ചുറലായിട്ട് കൊടുക്കുകയാണ്, നല്ല കുടിക്കുന്ന ജനങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ചങ്കളെ, ഞാനപ്പോൾ ഇന്ന് ഒരു കട പരിചയപ്പെടുത്തിയാണ്. നമ്മുടെ മണൽ മസ്റ്റാൻ്റെ ബാക്കിൽ ഒരു അടിപൊളി ജ്യൂസ് കിട്ടുന്ന കട ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ഒരു പച്ച മഞ്ഞ കളറിലുള്ള ഇപ്പോൾ ഈ നോമ്പിന് തൊട്ട് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇവിടുത്തെ പ്രത്യേകം എന്താണെന്നറിയോ? കരിമ്പ് ജ്യൂസാണ്. സാധാരണ കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി ഐസാണ് ഇടല്. പക്ഷേ ഇവിടെ ഐസല്ല, കരിമ്പിൻ്റെ തണ്ട് ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണ്ടാണ് നമുക്ക് അടിച്ചു തരുന്നത്. അപ്പോൾ നാച്ചുറൽ തണുപ്പാണ്, ഒരിക്കലും ഐസ് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് കുടിച്ചിട്ടോ, ഇത്രയും കാലം ഇത്ര നല്ലൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല. അത്ര സൂപ്പറായിരുന്നു. നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിച്ചേക്കാം. ഓക്കെ, ഐസിന്റെ പരിപാടിയില്ല, ഐസില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നാടൻ കരിമ്പ് ഒറിജിനൽ. ഓക്കെ ഓക്കെ, ശരി ശരി. ഇതിൽ കരിമ്പ് കൊടുക്കും. ഒന്നും ശബ്ദമൂലമില്ലാത്ത മെഷീനാണ്. ഒറിജിനൽ നാച്ചുറൽ കരിമ്പ് ജ്യൂസ്. ഒരു കേടും ഉണ്ടാവില്ല, ഒരു ഐസിന്റെ കേട് ഒന്നും ഉണ്ടാവില്ല. അരിപ്പന്റെ ആവശ്യം കൂടി ഇല്ലല്ലേ? അരിപ്പന്റെ ആവശ്യമില്ല. ഇതിപ്പോ കരിമ്പ് ജ്യൂസ് അല്ല, മുന്തിരിയാണ്. ഇവിടുത്തെ മുന്തിരി എങ്ങനെയുണ്ട്? അതിനെ പറ്റി ഇത് കുടിക്കാനായിട്ട് അവിടെ നടത്തുന്നതാണ്. ചായയായാലും ജ്യൂസായാലും അടിപൊളിയാണ്. അടിപൊളിയാണ്. ഒരു കളം പോലെ നല്ല വൃത്തിയിൽ നല്ല ഉഷാർ. അത് വിശ്വസിച്ച് കുടിക്കാം അല്ലേ? ഞാൻ അത്രയും ദൂരം നടന്നിരുമ്പോൾ തന്നെ അതെന്തെങ്കിലും ഉണ്ടല്ലോ. അതെ, ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ